ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. സെൻസെക്സ് അതുപോലെ തന്നെ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയുന്നത്. സെൻസെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസെക്സ് ഈസ് ദ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സിൻസ് ദ BSE ഹാസ് ബീൻ ദ ലീഡിംഗ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ സെക്കൻഡറി മാർക്കറ്റ്, the Sensex has been an index or important indicator of Indian stock market. An index has just one job: to capture the price movement. A stock index will reflect the price movements of shares. It was launched in 1986. അപ്പോൾ എന്താണ് സെൻസെക്സ് എന്ന് നോക്കാം. സെൻസെക്സ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ BSEയുടെ ഒരു സൂചികയാണ് നമ്മൾ സെൻസെക്സ് എന്ന് പറയുന്നത്. സെൻസെക്സ് ഇസ് ദ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചികയാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. സിൻസ് ദ BSE ഹാസ് ബീൻ ദ ലീഡിംഗ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ സെക്കൻഡറി മാർക്കറ്റ്, ദ സെൻസെക്സ് ഹാസ് ബീൻ ആൻ ഇൻഡെക്സ് ഓർ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. BSE എന്നുള്ളത് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആകുമ്പോൾ സെക്കൻഡറി മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെന്നതുപോലെ തന്നെയാണ് സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സ് ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആണ് സെൻസെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെയാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡെക്സിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ ഇൻഡെക്സ് ഹാസ് വൺ ജോബ്: ടു ക്യാപ്ചർ ദ പ്രൈസ് മൂവ്മെൻറ്റ്. പ്രൈസ് മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു അളവുകോലാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഓഹരികളുടെ വിലയിലുണ്ടാകുന്ന ചലനങ്ങൾ സൂചിപ്പിക്കുന്ന അളവുകോലിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുക. ഓഹരികളുടെ വിലയിൽ അല്ലെങ്കിൽ ഷെയറിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രൈസിലുണ്ടാകുന്ന മൂവ്മെൻറ്റുകൾ സൂചിപ്പിക്കുന്ന ബെഞ്ച് മാർക്കിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇൻഡെക്സ് ഈസ് ദ വേർഡ് വിച്ച് ഡിറ്റർമിൻസ് ദ പ്രൈസ് മൂവ്മെൻറ്റ്സ് ഓഫ് ഷെയർസ്. ഷെയറുകളുടെ പ്രൈസ് മൂവ്മെൻറ്റുകൾ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്കിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ദ എയിം ഓഫ് ഇൻഡെക്സ് ഈസ് ടു ക്യാപ്ചർ ദ പ്രൈസ് മൂവ്മെൻറ്റ്. പ്രൈസ് മൂവ്മെൻറ്റിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇൻഡെക്സിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. എ സ്റ്റോക്ക് ഇൻഡെക്സ് വിൽ റിഫ്ലക്ട് ദ പ്രൈസ് മൂവ്മെൻറ്റ്സ് ഓഫ് ഷെയർസ്. ഷെയറുകളുടെ പ്രൈസ് മൂവ്മെൻറ്റുകളാണ് സ്റ്റോക്ക് ഇൻഡെക്സ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1986. 1986 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെൻസെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡെക്സ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെയാണ് സെൻസെക്സ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സിൻസ് ദ BSE ഹാസ് ബീൻ ദ ലീഡിംഗ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ സെക്കൻഡറി മാർക്കറ്റ്. BSE എന്നുള്ളത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൻ്റെയോ ഒരു പ്രധാനപ്പെട്ട ലീഡിംഗ് എക്സ്ചേഞ്ച് ആകുമ്പോൾ സെൻസെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻഡെക്സ് ഓർ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ അളവുകോലാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻഡെക്സ് ഹാസ് വൺ ജോബ്: ടു ക്യാപ്ചർ ദ പ്രൈസ് മൂവ്മെൻറ്റ്. ഇൻഡെക്സിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ടു ക്യാപ്ചർ ദ പ്രൈസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെൻറ്റിനെ ക്യാപ്ചർ ചെയ്യുക അല്ലെങ്കിൽ ടു റിഫ്ലക്ട് ദ പ്രൈസ് മൂവ്മെൻറ്റ്സ് ഓഫ് ഷെയർസ്. ഷെയറുകളുടെ പ്രൈസ് മൂവ്മെൻറ്റുകൾ റിഫ്ലക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുക എന്നുള്ളതാണ് ഇൻഡെക്സിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സെൻസെക്സ് എന്നുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഓഹരികളുടെ വിലയിലുണ്ടാകുന്ന ചലനങ്ങൾ സൂചിപ്പിക്കുന്ന അളവുകോലിനെയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. 1986 സെൻസെക്സ് എന്നുള്ള ഈ സൂചിക ആരംഭിച്ചത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സൂചികയാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. എന്താണ് നിഫ്റ്റി എന്ന് നോക്കാം. നിഫ്റ്റി ഈസ് ആൻ അബ്രീവിയേഷൻ ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 50 ഈസ് ദ ബ്രോഡ് ഇൻഡെക്സ് ഓഫ് NSE. NSE is a leading stock exchange in India. On June 12, 2000, NSE commenced trading in derivatives with index future. Nifty is introduced in 1996. It represents the weighted average of 50 of the largest companies listed on NSE. ഇപ്പോൾ നിഫ്റ്റി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികയെ പറയുന്ന പേരാണ് നിഫ്റ്റി എന്നുള്ളത്. 1996 നിഫ്റ്റി എന്നുള്ളൊരു സൂചിക ആരംഭിച്ചത്. ഇതിൻ്റെ മുഴുവൻ പേരെന്നുള്ളത് നിഫ്റ്റിയുടെ മുഴുവൻ പേര് എന്നുള്ളത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്ലസ് 50 എന്നുള്ളതാണ് നിഫ്റ്റി എന്നുള്ള സൂചിപ്പിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കൂടെ 50 എന്ന വാക്കുകൂടി ചേർത്തിട്ടാണ് നിഫ്റ്റി എന്നുള്ള ചുരുക്കപ്പേര് വന്നത്. അതായത് 50 വൻകിട ഇന്ത്യൻ കമ്പനികളെയാണ് നിഫ്റ്റി പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 50 പ്രധാനപ്പെട്ട ഇന്ത്യൻ കമ്പനികളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സൂചികയാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിഫ്റ്റി എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1996 1996 നിഫ്റ്റി എന്നുള്ള സൂചിക
ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2000 ജൂൺ 12 നിഫ്റ്റി വഴി NSE ഡെറിവേറ്റീവ്സ് ഇൻഡെക്സ് ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്തു. അതിൽ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അബ്രീവിയേഷൻ ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50 എന്നതിൻ്റെ അബ്രീവിയേഷനാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബ്രോഡ് ഇൻഡെക്സ് ഓഫ് NSE. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി എന്ന് പറയുന്നത്. NSE ഇസ് എ ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. NSE എന്നുള്ളത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഓൺ ജൂൺ 2000 ജൂൺ 12 NSE കമൻസ്ഡ് ട്രേഡിംഗ് ഇൻ ഡെറിവേറ്റീവ്സ് വിത്ത് ഇൻഡെക്സ് ഫ്യൂച്ചർ. ഇൻഡെക്സ് ഫ്യൂച്ചറുമായിട്ട് ഡെറിവേറ്റീവ്സിൻ്റെ ട്രേഡിംഗ് എന്നുള്ളത് NSE ആരംഭിച്ചു. നിഫ്റ്റി എന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1996 ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് 50 ഓഫ് ദ ലാർജസ്റ്റ് കമ്പനീസ് ലിസ്റ്റഡ് ഓൺ NSE. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇൻഡെക്സുകളാണ് സെൻസെക്സും നിഫ്റ്റിയും. സെൻസെക്സ് എന്നുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മാർക്കറ്റ് സൂചികയെ പറയുന്ന പേരാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. മാർക്കറ്റ് സൂചിക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓഹരികളുടെ വിലയിലുണ്ടാകുന്ന ചലനങ്ങൾ സൂചിപ്പിക്കുന്ന അളവുകോലിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 1986 സെൻസെക്സ് എന്നുള്ള സൂചിക ആരംഭിച്ചത്. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികയാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. 1996 നിഫ്റ്റി ആരംഭിച്ചത്, മറ്റേത് 86. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നതിൻ്റെയും 50 എന്ന വാക്കിൻ്റെയും ചുരുക്ക രൂപമാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ 50 വൻകിട ഇന്ത്യൻ കമ്പനികളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് നിഫ്റ്റി എന്ന സൂചിക കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ NSE ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് ഓരോരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പഠിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട 3 സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നൊന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നൊന്ന് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ OTCEI എന്ന് പറയുന്നത്. ഈ 3 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോക്കാം. NSE or National Stock Exchange was incorporated in 1992 and was recognized as a stock exchange in April 1993. It started operations in 1994 with trading on the wholesale debt market segment. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളത് ഇൻകോർപ്പറേറ്റ് ചെയ്തത് 1992 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ആൻഡ് വാസ് റെക്കഗ്നൈസ്ഡ് ആസ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഏപ്രിൽ 1993. 1993 ഏപ്രിൽ മാസത്തിൽ അതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് അംഗീകാരം ലഭിച്ചു. ഇറ്റ് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ 1994. 1994 അത് അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. വിത്ത് ട്രേഡിംഗ് ഓൺ ദ ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ്. ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ട്രേഡിംഗ് നടപ്പിലാക്കിയിട്ട് അവിടെ ആരംഭം കുറിച്ചു. അപ്പോൾ അതായത് 1992 നവംബർ മാസത്തിലാണ് ആരംഭിച്ചത്. IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന IDBI, ICICI ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ICICI, IFCL ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മുതലായ ധനകാര്യ സ്ഥാപനങ്ങളും വാണിജ്യ ബാങ്കുകളും ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 1992 നവംബറിൽ IDBIയും ICICIയും IFCIയും കുറച്ച് ധനകാര്യ സ്ഥാപനങ്ങളും വാണിജ്യ ബാങ്കുകളും കൂടി ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് NSE എന്ന് പറയുന്നത്. 1994 ജൂലൈ 1 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. നിക്ഷേപകർക്ക് ദേശവ്യാപകമായ സ്ക്രീൻ അധിഷ്ഠിത ഓൺലൈൻ വ്യാപാര സൗകര്യം നൽകുക എന്നതാണ് NSEയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. NSEയുടെ സൂചികയെ പറയുന്ന പേരാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ നമുക്ക് ചുരുക്കിയിട്ട് BSE എന്ന് വിളിക്കാം. BSE ലിമിറ്റഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1875 and was Asia's first stock exchange. It was granted permanent recognition under the Securities Contract Act 1956. It was contributed to the growth of the corporate sector by providing a platform for raising capital. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ BSE എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1875 നാറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് ഇത് ആദ്യം സ്ഥാപിച്ചത്. ഗവൺമെൻറ്റിൽ നിന്നും സ്ഥിര അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് 1956 സ്ഥിര അംഗീകാരം ലഭിച്ചത്. BSE എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനി നിയമപ്രകാരമുള്ള ഒരു കമ്പനിയാണ്. കമ്പനീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് BSE എന്ന് പറയുന്നത്. നിലവിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ലോകത്തിൽ ഒന്നാമത്തെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE എന്ന് പറയുന്നത്. ഇടപാടുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ 5ാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ് BSE. BSEയുടെ സൂചികയെ പറയുന്ന പേരാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇടപാടുകൾ നടക്കുന്നതിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ലോകത്തിൽ 5ാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ 1ാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ് BSE എന്ന് പറയുന്നത്. BSE എന്നുള്ളത് ഏഷ്യയിലെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടിയാണ്. ഇനി മൂന്നാമത്തെ ഒന്നാണ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ നമ്മൾ OTCEI എന്ന് പറയും. ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. എന്താണ് OTCEI എന്ന് നോക്കാം. OTCEI is an electronic exchange based in India that consists of small and medium-sized firms aiming to gain access to overseas capital market like electronic exchange in the US such as the Nasdaq. It is based in Mumbai, Maharashtra. It was incorporated in 1990 October. എന്താണ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് നോക്കാം. ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് എന്നുള്ളത് സ്ഥാപിച്ചത് ധനകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ UTI, ICICI അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IDBI അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IFCI അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, SBI ക്യാപിറ്റൽ മാർക്കറ്റ്, LIC, GIC, കനറ ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ് എന്നിവ ചേർന്ന് 1992 സെപ്റ്റംബർ 29 രൂപീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് OTCEI എന്ന് പറയുന്നത്. ചെറുകിട ഇടത്തരം കമ്പനികൾക്ക് മൂലധന വിപണിയിൽ പ്രവേശിക്കാൻ അവസരം നൽകുക എന്നുള്ളതാണ് OTCEIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ചെറുകിട ഇടത്തരം കമ്പനികൾക്ക് അല്ലെങ്കിൽ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകൾക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രവേശിക്കാനുള്ള അവസരം നൽകലാണ് OTCEIയുടെ ലക്ഷ്യം. അപ്പോൾ OTCEI അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഡെവലപ്പ് ചെയ്തത് UTIയും അതുപോലെ തന്നെ IDBIയും ICICIയും IFCIയും SBI ക്യാപിറ്റൽ മാർക്കറ്റും LIC, GIC, കനറ ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ് എന്നിവ ഉൾപ്പെടെയുള്ള ചില ഓർഗനൈസേഷനിലാണ്. 1992 സെപ്റ്റംബർ 29 OTCEI എന്നുള്ളത് രൂപീകരിച്ചത്. ഇൻകോർപ്പറേറ്റ് ചെയ്ത് 1990 ഒക്ടോബറിലാണെങ്കിലും 1992 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ചെറുകിട ഇടത്തരം കമ്പനികൾക്ക് മൂലധന വിപണിയിൽ പ്രവേശിക്കാൻ അവസരം നൽകുക എന്നുള്ളതാണ് OTCEIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മുംബൈയിൽ ആണത് പ്രവർത്തിക്കുന്നത്, മഹാരാഷ്ട്രയിൽ മുംബൈയിലാണത് പ്രവർത്തിക്കുന്നത്. ഇനി OTCEIയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റിംഗ്ലെസ് ട്രേഡിങ്, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം, ഓതറൈസ്ഡ് ഡീലേഴ്സ്, എഫിഷ്യൻറ്റ് മാർക്കറ്റ് പ്രൈസിങ്, എക്സ്ക്ലൂസീവ് ലിസ്റ്റ് ഓഫ് കമ്പനീസ്, ലിക്വിഡിറ്റി ത്രൂ മാർക്കറ്റ് മേക്കിംഗ്, ക്ലോസ്നെസ് എന്നിവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അല്ലെങ്കിൽ OTCEIയുടെ നേട്ടങ്ങൾ നോക്കാം. റെഗുലർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഓഹരികൾ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ചെറുകിട കമ്പനികൾക്ക് ഓഹരി വ്യാപാരത്തിനായി ഒരു വേദി ഒരുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ നേട്ടം എന്ന് പറയുന്നത്. റെഗുലർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഓഹരികൾ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ചെറുകിട കമ്പനികൾക്ക് ഓഹരി വ്യാപാരത്തിനായി വേദി ഒരുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ നേട്ടം. പുതിയ ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്നതിന് OTCEIയിൽ ചിലവ് കുറവാണ്. അതുപോലെ തന്നെ കുടുംബ കമ്പനികൾക്ക് മൂലധന സമാഹരണത്തിന് OTC വഴി പൊതുജനങ്ങളെ സമീപിക്കാൻ സാധിക്കും. ഡീലർമാർക്ക് പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയും. പ്രൈമറി മാർക്കറ്റിലെയോ സെക്കൻഡറി മാർക്കറ്റിലെയോ ഓഹരികൾ നിക്ഷേപകർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയും. വ്യാപാര കേന്ദ്രങ്ങളിൽ സുതാര്യത ഉണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. ഇപ്പോൾ OTCEIയുടെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ റെഗുലർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഓഹരികൾ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ചെറുകിട കമ്പനികൾക്ക് ഓഹരി വ്യാപാരത്തിനായി ഒരു വേദി ഒരുക്കുക. അതായത് ചെറുകിട കമ്പനികൾക്കോ അല്ലെങ്കിൽ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകൾക്കോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിന് വേണ്ടി വേദി ഒരുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ നേട്ടം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് പുതിയ ഓഹരികൾ ഇഷ്യൂ ചെയ്യാൻ OTCEIയിൽ പൊതുവേ ചിലവ് കുറവാണ്. പുതിയ ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്നതിന് OTCEIയിൽ ചിലവ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ കുടുംബ കമ്പനികൾക്ക് മൂലധന സമാഹരണത്തിന് OTC വഴി പൊതുജനങ്ങളെ സമീപിക്കാൻ സാധിക്കും. ഡീലർമാർക്ക് പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയും. വ്യാപാര കേന്ദ്രങ്ങളിൽ സുതാര്യത ഉണ്ട്. പ്രൈമറി മാർക്കറ്റിലെയോ സെക്കൻഡറി മാർക്കറ്റിലെയോ ഓഹരികൾ നിക്ഷേപകർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കാനും OTCEI വഴി കഴിയും. ഇനി അടുത്തത് NSEയുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് NSE ഓർ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് എ നാഷൻ വൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റി ഫോർ ആൾ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്. അതായത് എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റികൾക്കും ദേശവ്യാപകമായിട്ടുള്ള ഒരു കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് NSEയുടെ ആദ്യത്തെ ലക്ഷ്യം എന്നുള്ളത്. എല്ലാ സെക്യൂരിറ്റികൾക്കും നാഷൻ വൈഡ് കവറേജ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ദേശവ്യാപകമായ കവറേജ് പ്രൊവൈഡ് ചെയ്യുക. എസ്റ്റാബ്ലിഷിംഗ് എ നാഷൻ വൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റി ഫോർ
ആൾ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്. എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റികൾക്കും നാഷൻ വൈഡ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത് മീറ്റിംഗ് ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു നിലവാരവും അതുപോലെ തന്നെ സൂചികയും അളവുകോലും പ്രൊവൈഡ് ചെയ്യുക. ആഗോള തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള നിലവാരവും സൂചികയും സെക്യൂരിറ്റികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് NSEയുടെ ഒരു ലക്ഷ്യമാണ്. അടുത്തത് എനാബിളിംഗ് ഷോർട്ടർ സെറ്റിൽമെൻറ്റ് സൈക്കിൾസ് ആൻഡ് ബുക്ക് എൻട്രി സെറ്റിൽമെൻറ്റ്. അതായത് സെറ്റിൽമെൻറ്റ് സൈക്കിളുകൾ പരമാവധി ചുരുക്കുക, കാലതാമസം എടുക്കാതെ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റികളുടെ സെറ്റിൽമെൻറ്റ് എന്നുള്ളത് നടപ്പിലാക്കുക. അതുപോലെ തന്നെ എൻഷുറിങ് ഈക്വൽ ആക്സസ് ടു ആൾ ഇൻവെസ്റ്റേഴ്സ്. എല്ലാ നിക്ഷേപകർക്കും തുല്യമായിട്ടുള്ള അവസരം ഉറപ്പുവരുത്തുക. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള എല്ലാ നിക്ഷേപകർക്കും ഇൻവെസ്റ്റേഴ്സിനും തുല്യമായ അവസരം സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി പ്രൊവൈഡ് ചെയ്യുക. എൻഷുറിങ് ഈക്വൽ ആക്സസ് ടു ആൾ ഇൻവെസ്റ്റേഴ്സ്. ആൾ ആൻഡ് ഈച്ച് ആൻഡ് എവരി ഇൻവെസ്റ്റേഴ്സിന് ഈക്വൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ ഒരു ലക്ഷ്യമാണ്. പ്രൊവൈഡിങ് എ ഫെയർ, എഫിഷ്യൻറ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ബൈ യൂസിങ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം. ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് സുതാര്യമായതും കാര്യക്ഷമതയുള്ളതും അതുപോലെ തന്നെ ഫെയർ ആയതുമായിട്ടുള്ള ഒരു സെക്യൂരിറ്റീസ് മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡിങ് എ ഫെയർ, എഫിഷ്യൻറ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. കൃത്യമായതും അതുപോലെ തന്നെ കാര്യക്ഷമമായതും സുതാര്യതുമായിട്ടുള്ള ഒരു സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റത്തിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ഇപ്പോൾ NSEയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാഷൻ വൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റി ഫോർ ആൾ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്. എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റികൾക്കും നാഷൻ വൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. മീറ്റിംഗ് ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുക. എനേബിളിംഗ് ഷോർട്ടർ സെറ്റിൽമെൻറ്റ് സൈക്കിൾസ് ആൻഡ് ബുക്ക് എൻട്രി സെറ്റിൽമെൻറ്റ്സ്. അതായത് ഷോർട്ടർ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് സൈക്കിളുകൾ, കുറഞ്ഞ സമയത്തിനുള്ളിൽ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ കഴിയുന്ന സെറ്റിൽമെൻറ്റ് സൈക്കിളുകളും ബുക്ക് എൻട്രി സെറ്റിൽമെൻറ്റ്സുകളും നടപ്പിലാക്കുക. എൻഷുറിംഗ് ഈക്വൽ ആക്സസ് ടു ആൾ ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും തുല്യമായ അവസരം പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡിംഗ് എ ഫെയർ, എഫിഷ്യൻറ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ബൈ യൂസിങ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം. ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കാര്യക്ഷമമായതും ഇക്വിറ്റബിൾ ആയിട്ടുള്ളതും ട്രാൻസ്പെറൻറ്റുമായിട്ടുള്ള സെക്യൂരിറ്റീസ് മാർക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് പറയാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് BSE അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലക്ഷ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ടു പ്രൊവൈഡ് ആൻ എഫിഷ്യൻറ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് മാർക്കറ്റ് ഫോർ ട്രേഡിംഗ് ഇൻ ഇക്വിറ്റി, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡെറിവേറ്റീവ്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് ഇക്വിറ്റി വഴിയും അതുപോലെ തന്നെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളായിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളും അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ടുകളുടെ ട്രേഡിങ്ങിന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിനാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുക. മ്യൂച്വൽ ഫണ്ടുകൾ, ഡെറിവേറ്റീവ്സ്, ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളുടെ ട്രേഡിങ്ങിന് കൃത്യമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ടു പ്രൊവൈഡ് എ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ഇക്വിറ്റീസ് ഓഫ് സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകളുടെ ഇക്വിറ്റികളുടെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായൊരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുക. മൂന്നാമത്തേത് ടു എൻഷുർ ആക്റ്റീവ് ട്രേഡിംഗ് ആൻഡ് സേഫ് ഗാർഡ് മാർക്കറ്റ് ഇൻറ്റഗ്രിറ്റി ത്രൂ ആൻ ഇലക്ട്രോണിക്കലി ഡ്രിവൺ എക്സ്ചേഞ്ച്. ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിൽ കൂടെ മാർക്കറ്റ് ഇൻറ്റഗ്രിറ്റി ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ ആക്റ്റീവായിട്ടുള്ള ട്രേഡിംഗ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ടു എൻഷുർ ആക്റ്റീവായിട്ടുള്ള ട്രേഡിങ്ങും അതുപോലെ തന്നെ ആൻഡ് സേഫ് ഗാർഡ് മാർക്കറ്റ് ഇൻറ്റഗ്രിറ്റി സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു എൻഷുർ ആക്റ്റീവ് ട്രേഡിംഗ് ആൻഡ് സേഫ് ഗാർഡ് മാർക്കറ്റ് ഇൻറ്റഗ്രിറ്റി ത്രൂ ആൻ ഇലക്ട്രോണിക്കലി ഡ്രിവൺ എക്സ്ചേഞ്ച്. നാലാമത്തേത് ടു പ്രൊവൈഡ് അതർ സർവീസസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ലൈക്ക് റിസ്ക് മാനേജ്മെൻറ്റ്, ക്ലിയറിംഗ്, സെറ്റിൽമെൻറ്റ്, മാർക്കറ്റ് ഡേറ്റ ആൻഡ് എഡ്യൂക്കേഷൻ. മറ്റ് സർവീസുകളായിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ലൈക്ക് റിസ്ക് മാനേജ്മെൻറ്റ്, ക്ലിയറിംഗ്, സെറ്റിൽമെൻറ്റ്, മാർക്കറ്റ് ഡേറ്റ ആൻഡ് എഡ്യൂക്കേഷൻ പോലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. ടു കൺഫോം ടു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ ഉറപ്പുവരുത്തുക. ഇക്വിറ്റികളുടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ ട്രേഡിങ്ങിന് കൃത്യമായിട്ടുള്ള നിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതും BSEയുടെ ചില ഒബ്ജക്റ്റീവ്സുകളാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ NSE എന്താണെന്നും, രണ്ടാമത്തേത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ BSE എന്ന് പറയുന്നത് എന്താണെന്നും,
മൂന്നാമത്തേത് OTCI അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഇതിൻ്റെ ലക്ഷ്യങ്ങൾ, ഈ മൂന്നെണ്ണത്തിൻ്റെ ലക്ഷ്യങ്ങളും പിന്നെ 2 പ്രധാനപ്പെട്ട സൂചികകളായിട്ടുള്ള സെൻസെക്സ് ആൻഡ് നിഫ്റ്റി ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു സൂചികയെ പറയുന്ന പേരാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികയാണ് നമ്മൾ നിഫ്റ്റി എന്ന് പറയുക. അപ്പോൾ സെൻസെക്സ് എന്താണെന്നും നിഫ്റ്റി എന്താണെന്നും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നും അതുപോലെ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്താണെന്നും ഇതിൻ്റെ എല്ലാം ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഓഫ് NSE, ഒബ്ജക്റ്റീവ്സ് ഓഫ് BSE ആൻഡ് ഫീച്ചേഴ്സ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.